തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. രണ്ടാനച്ഛനും അമ്മയ്ക്കും എതിരായാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചത്. കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നും ശരീരത്തിൽ 96 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകത്തിന്റെ കുറ്റപത്രമാണ് നെടുമങ്ങാട് ഡിവൈഎസ്പി നെടുമങ്ങാട് SC/ST കോടതിയിൽ സമർപ്പിച്ചത്. കൊലപാതകം നടന്ന 83-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 78 പേജുള്ള കുറ്റപത്രത്തിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ക്രൂരമർദ്ദനം, JJ ആക്ട് എന്നിവ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം നൽകിയത്. രണ്ടാം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് 1.5 വയസ്സുകാരൻ ഇരയാകേണ്ടി വന്നുവെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാസങ്ങളോളം നീണ്ട ശാരീരിക പീഡനത്തിൽ കുഞ്ഞിരയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയിരുന്നു. 96 മുറിവുകളാണ് കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മർദ്ദനത്തെ തുടർന്ന് ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയാതെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ച കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും മരണം സംഭവിച്ചിരുന്നു. പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ കുഞ്ഞിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വടികൾ ഒളിപ്പിച്ചത് തെളിവെടുപ്പിനിടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അഷ്കർ മർദ്ദിക്കുന്നത് അറിയാമായിരുന്ന അമ്മ അഖില കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെന്നും ക്രൂരതയ്ക്ക് കൂട്ടുനിന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മെയ് 26-നാണ് 1.5 വയസ്സുകാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ജനം, തിരുവനന്തപുരം.